ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മല്ലികാമ തൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന അശ്വിനെ കരുതലോടെ നോക്കി. അവൻ വല്ലാതെ ക്ഷീണിച്ചതുപോലെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവനെ കൊണ്ട് നന്നായി ഭക്ഷണം കഴിപ്പിക്കണം, അവൻക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നിങ്ങനെ മല്ലികാമ മനസ്സിൽ കരുതി. പിന്നെ അവനെ കെടുത്താൻ വേണ്ടിയിട്ട് അവൻ നേരെ റൂമിലേക്ക് പോയി. അതും നോക്കിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥ ലിവിംഗ് റൂമിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കണ്ണിൽ നിന്നും മറഞ്ഞതോടുകൂടി തന്നെ അവന്റെ കനത്ത നിസ്സംഗത മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഒരു നെടുവീർപ്പ് തീർത്തുകൊണ്ട് തന്നെ അവൻ നേരെ സ്റ്റഡി റൂമിലേക്ക് നടന്നു. അവനെ അനുഗമിച്ച് മനീഷും ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഗാർഡ്സും നേരത്തെ തന്നെ വരാന്തയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവരുടെ മുഖമെല്ലാം തന്നെ പതിവിലും ഗൗരവം നിറഞ്ഞതായിരുന്നു. ബോസ്, നമ്മുടെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നിങ്ങനെ മനീഷ് സംശയത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു. അച്ചുവിന് എന്തുകൊണ്ടാണ് ഓർമ്മ നഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞോ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം ഹോസ്പിറ്റലിൽ നിന്നും അറിഞ്ഞോ? സിദ്ധാർത്ഥ് അങ്ങനെ ഗൗരവത്തോടു കൂടെ ചോദിക്കുന്ന സമയത്താണ് ഡിസ്ചാർജ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തിന് ഡോക്ടർ കൊടുത്ത ആ ഒരു സ്ലിപ്പ് മനീഷിന് ഓർമ്മ വരുന്നത്. അവൻ അതൊന്ന് ഓടിച്ചു നോക്കി വായിച്ചിരുന്നു. ഡോക്ടർ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. ബോംബെയിലുള്ള അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുമായിട്ട് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ബ്ലഡ് സാമ്പിൾ റിസൾട്ട് കിട്ടിയപ്പോൾ അതിൽ എന്തോ ഒരു അംശം കണ്ടെത്തിയിട്ടുണ്ട് ബോസ്. ഡ്രഗ്സിന്റെ എന്തോ ഒരു സാമ്പിൾ അശ്വിന്റെ ദേഹത്ത് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡ്രഗ്സ് അകത്ത് ചെന്നതുകൊണ്ട് തന്നെയാണ് അശ്വിൻ ഇപ്പൊ നമ്മളെയൊന്നും ഓർമ്മയില്ലാത്തത്. മനീഷ് അങ്ങനെ പറയുന്ന സമയത്തും അയാൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. അവൻ ആ റിപ്പോർട്ട് നേരെ സിദ്ധാർത്ഥിന് കൈമാറി. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അപ്പോ നമ്മൾ സംശയിച്ചതെല്ലാം തന്നെ ശരിയാണല്ലേ? സിദ്ധാർത്ഥിന്റെ മുഖം ഇരുണ്ടു. അവൻ പല്ലിറുമ്പി. അതേ ബോസ്, ഡോക്ടർ മറ്റൊന്നും കൂടി പറഞ്ഞിരുന്നു. ഈ ഡ്രഗിനെ കുറിച്ചുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് വിദേശ ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു തരം ഡ്രഗാണിത്. എന്നാലും ഇത് കഴിച്ചാൽ മനുഷ്യ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കഴിക്കുന്ന ആൾ സമീപകാലത്തെ പലതും മറന്നുപോകും. അതുകൊണ്ട് മാത്രമാണ് മോൻ ഇപ്പോൾ ബോസിനെ പോലും ഓർമ്മയില്ലാത്തത്. കൂടുതൽ വിവരങ്ങളൊക്കെ ഡോക്ടർ പിന്നീട് പറയാമെന്ന് പറഞ്ഞു എന്ന് മനീഷ് പറയുന്ന സമയത്തിനെ സിദ്ധാർത്ഥ് കണ്ണടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. മനീഷ് വീണ്ടും തുടർന്ന് പറഞ്ഞിട്ട്, പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ബോസ്. ഇത് ഡോസ് അറിയാതെ പിന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് അത് എത്രമാത്രം ദോഷമുണ്ടാവുമെന്നൊന്നും അറിയില്ല. അന്നേരം സിദ്ധാർത്ഥ് ചോദിക്കുന്നത്, അപ്പോ അച്ചുവിന്റെ ഈ ഒരു മെമ്മറി ലോസ് അത് സ്ഥിരമാണോ? അവൻ ഇനി എന്നെ എന്നേക്കുമായിട്ട് മറന്നുപോവോ? അവൻ ഇനി ഇതിന്റെ പേരിൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവോ? അതൊന്നും നീ ഡോക്ടറോട് ചോദിച്ചില്ലേ മനീഷ്? സിദ്ധാർത്ഥ് അങ്ങനെ ആശങ്കയോട് ചോദിച്ചു. സിദ്ധാർത്ഥിന് ശരിക്കും മനസ്സ് നന്നേ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു സാഹചര്യം അത് നേരിടാൻ താൻ അശക്തനാണെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സർ, അത് ഞാൻ ചോദിച്ചു. മെമ്മറിയുടെ കാര്യത്തിൽ ഡോക്ടറിന് ഉറപ്പ് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. അദ്ദേഹം ആരോട് അതിനെപ്പറ്റി ചോദിച്ചിട്ട് മറുപടി പറയാമെന്നാ പറഞ്ഞത്. പക്ഷേ ആരോഗ്യം, അതിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. കുറച്ച് ദിവസത്തെ റെസ്റ്റോട് കൂടെ തന്നെ അച്ചു പഴയതുപോലെ ആയിക്കോളൂ. പിന്നെ ആ ഡ്രഗിന്റെ കാര്യമാണെങ്കിൽ അതിന് മറുമരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓർമ്മ തിരിച്ചു വരുത്താനുള്ള വഴി അത് വേറെ തന്നെ കണ്ടെത്തണമെന്നാ പറഞ്ഞത്. മനീഷ് ആ കാര്യമെല്ലാം പറയുന്നതോടുകൂടി ആ മുറിയിലാകെ നിശബ്ദത പടർന്നു. സിദ്ധാർത്ഥിന്റെ മുഖത്താണെങ്കിൽ ഭാവമാറ്റങ്ങളൊന്നും തന്നെയില്ല. എപ്പോ വേണമെങ്കിലും അവന്റെ രൂക്ഷം പുറത്തു വരാവുന്നതേയുള്ളൂ. ഇപ്പോഴുള്ളത് കൊടുങ്കാറ്റിന്റെ മുന്നേയുള്ള ശാന്തതയാണ്. എന്തായാലും അച്ചുവിനോട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ആ കാര്യത്തിൽ മനീഷിന് 100-110% ഉറപ്പായിരുന്നു. സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, അപ്പോ അച്ചുവിനെ ഇത് ചെയ്ത ആള് തന്നെയായിരിക്കുമോ മറ്റേതും ചെയ്തത്? ഐ മീൻ, നീലിമയുടെ വയറ്റിൽ വരുന്ന ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്? അപ്പോഴായിരിക്കും മനീഷും ആ വഴിക്ക് ചിന്തിച്ചു തുടങ്ങിയത്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്ന കാര്യം മനീഷ് തിരിച്ചറിഞ്ഞു. ബോസ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു എന്ന് മനീഷ് പറഞ്ഞു. എന്നാലും നീലിമയും അച്ഛനെയും ഇതുപോലെ ആക്രമിക്കാനൊക്കെ ആർക്കാണ് ഇത്ര ധൈര്യം? പിടിക്കപ്പെടില്ല എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണല്ലോ അയാൾ കാര്യമെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്. ഇത് ശരിക്കും എന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അയാളെ ഞാൻ വെറുതെ വിടില്ല. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ പക ആളിക്കത്തുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മനീഷിനോട് പറഞ്ഞിട്ട്, നീലിമയോടും എന്നോടും ഇടപെട്ടിട്ടുള്ളത് ആരാണെന്ന് അന്വേഷിക്കണം. തെറ്റുകാർ ആരായാലും അവർക്കിനി അധിക കാലമൊന്നും ഇങ്ങനെ ഒളിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. മനീഷ് പുറത്തു നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ അകത്തേക്ക് വിളിച്ചു. ആ സമയത്തിന് അതിൽ ചില ഡാർക്ക് ഹാക്കർമാരുണ്ടായിരുന്നു. മനീഷ് എല്ലാവർക്കും വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുന്ന സമയത്തിന് അവർ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി. അവരുടെ ഒപ്പം മനീഷും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തിന്, ഹേ മനീഷ് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പുറകിൽ നിന്നും വിളിച്ചു. അപ്പോഴേക്കും മനീഷ് നേരെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നത്, എന്താ ബോസ്, മറ്റെന്തെങ്കിലും ഉണ്ടോ? അതിന് മറുപടി നൽകാതെ സിദ്ധാർത്ഥ് വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. അവന്റെ മുഖത്ത് നന്നേ വിഷമമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ചോദിക്കുന്നത്, മനീഷ്, നീ എന്റെ കൂടെ ഒരുപാടധികം വർഷങ്ങളായിട്ടില്ലേ? നിനക്ക് ഈ കാര്യത്തിൽ എന്താ തോന്നുന്നത്? ആരായിരിക്കും ഇതിനെല്ലാം പിന്നിൽ? ഇനി ഒരു പക്ഷേ വീട്ടിലുള്ള ആരെങ്കിലും തന്നെയാവോ? അതോ ഇനി എന്നോട് അടുപ്പമുള്ള മറ്റെങ്കിലും എന്നിങ്ങനെ സിദ്ധാർത്ഥ് ചോദിക്കുന്ന സമയത്തിന് മനീഷ് ആകെ തറഞ്ഞു നിന്നുപോയി. ഒരു സ്റ്റാഫ് എന്ന നിലയിൽ അവന് സിദ്ധാർത്ഥുമായിട്ട് ഏറെ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധാരണയായിട്ട് മനീഷ് സിദ്ധാർത്ഥുമായിട്ട് ഷെയർ ചെയ്യാറില്ല. എന്തിന് വിലയിരുത്തുകയോ സജഷൻ ആവശ്യപ്പെടുകയോ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ ആ ഒരു ചോദ്യത്തിൽ അവന് വല്ലാത്ത ആശങ്ക തോന്നി. മനീഷ് ഒരു നിമിഷത്തേക്കൊന്നും മിണ്ടിയില്ല. അതിനുശേഷം സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു, ബോസ്, എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കാര്യങ്ങൾ ഓരോന്നായിട്ട് അന്വേഷിച്ചു വരണം. നീലിമ മേഡവും അച്ചുവും കുറെ നാളായിട്ട് വിദേശത്തായിരുന്നില്ലേ?
അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കിവിടെ ശത്രുക്കൾ ഉണ്ടാവാനുള്ള ചാൻസും കുറവല്ലേ. അങ്ങനെ വരുമ്പോൾ ബോസിന്റെ ശത്രുക്കൾ തന്നെയായിരിക്കില്ലേ അവർ ഓരോ തവണയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ മനീഷ്. ഇനിയിപ്പോൾ ശത്രുക്കൾ എന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്തതായിരിക്കും. ഇതിപ്പോ മേഡവും മറ്റും ഇല്ലാതാവുന്നത് ആർക്കായിരിക്കും കൂടുതൽ ആവശ്യം? ആ രീതിയിലൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ഇതൊക്കെ ചെയ്യുന്ന ആളിനെയും കിട്ടും. എന്റെ ഒരു തോന്നലാണ് ബോസ്, തെറ്റൊന്നും വിചാരിക്കല്ലേ. അത് കേട്ടതോടു കൂടുതൽ സിദ്ധാർത്ഥന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അപ്പോൾ ലാവണ്യയും അവളുടെ ഫാമിലിയെയും ഈ കാര്യത്തിൽ സംശയിക്കാമല്ലേ? സിദ്ധാർത്ഥ് ആ ഒരു ചോദ്യം ചോദിച്ചതോടു കൂടി തന്നെ മനീഷ് ഒന്ന് അമ്പരന്നു. അവരും അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. മനീഷിന് നേരിട്ട് ആ ഒരു കാര്യം പറയാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അവൻ വളച്ചു കെട്ടി അവതരിപ്പിച്ചതായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് താൻ ഉദ്ദേശിച്ച ആ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ബോസിന് എന്താ ലാവണ്യ മേഡത്തെ സംശയമുണ്ടോ എന്ന് മനീഷ് ചോദിച്ചു. ഈ ഇടയായിട്ട് ഓരോ പ്രശ്നങ്ങളും അവൾക്ക് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ആ കാര്യം മനീഷിനും അറിയാം, അതുപോലെ തന്നെ സിദ്ധാർത്ഥിനും അറിയാം. സിദ്ധാർത്ഥ് പക്ഷെ നിശബ്ദനായിട്ട് വീണ്ടും ഇങ്ങനെ പുകയൂതി വിട്ടുകൊണ്ടേയിരുന്നു. ബോസ് എന്നിങ്ങനെ മനീഷ് പതിയെ വിളിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് പറഞ്ഞു, അവളാണെങ്കിൽ പിന്നെ അവൾക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാമെന്ന് ഉറപ്പിച്ചോ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളായിട്ട് നമ്മുടെ ആളുകൾ അവളെ നിരീക്ഷിച്ചിട്ട് പോലും അതിൽ നിന്നും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. മനീഷ് പറഞ്ഞത്, ബോസ് കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല, ഇപ്രാവശ്യം ഏതായാലും ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സിദ്ധാർത്ഥ് അപ്പോഴും ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ അവിടെ നിന്ന് പോവാനായിട്ട് തയ്യാറെടുത്തു. ഞാൻ പറഞ്ഞത് മറക്കരുത് എന്നിങ്ങനെ സിദ്ധാർത്ഥ് പുറകിൽ നിന്ന് ഉപദേശിക്കുന്ന സമയത്തിന്റെ മനീഷ് പറഞ്ഞത്, ഇല്ല ബോസ്, ഒരിക്കലുമില്ല. ഇത്തവണ ലാവണ്യ മേഡത്തെ മാത്രമല്ല അവരുടെ കുടുംബക്കാരെ മുഴുവൻ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാട് ചെയ്യാമെന്നൊക്കെ പറയും. സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ വലിയൊരു അഗ്നി എരിയുന്നുണ്ടെന്നുള്ള കാര്യം മനീഷിന് അറിയാമായിരുന്നു. എത്രയോ ദിവസമായി ബോസ് സ്വസ്ഥയും സമാധാനവും എന്താണെന്നറിഞ്ഞിട്ട് എന്നായിരിക്കും ഇതിനെല്ലാം ഒരു അവസാനമെന്ന് മനീഷ് ചിന്തിച്ചു. ബോസ് വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ സമാധാനമായിട്ട് അന്വേഷിക്കാമെന്നിങ്ങനെ ശാന്തതയോടുകൂടി തന്നെ മനീഷ് പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥ് വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. അല്പനേരം അവിടെ നിന്നതിന് ശേഷം അവൻ സിദ്ധാർത്ഥിനെ സ്വസ്ഥമായിട്ട് തനിയെ വിട്ടതിനു ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്തൊക്കെ മനീഷിന്റെ മനസ്സിൽ ലാവണ്യയുടെ മുഖമായിരുന്നു. ആ സ്ത്രീ അസലൊരു നടിയാണ്. സിനിമയിലെ നായികമാർക്ക് പോലും ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാനൊന്നും കഴിയില്ല. അവൻ ഇങ്ങനെ പുച്ഛത്തോടു കൂടെ ചിന്തിച്ചു. അതിനൊപ്പം തന്നെ സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പലതും അവനെ ആശയക്കുഴപ്പത്തിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു കാര്യത്തിനും ലാവണ്യക്കെതിരെ ഒരു തെളിവുകളുമില്ല. എന്ത് സംഭവിക്കണം താൻ ലാവണ്യത്തിനെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ ചിന്തിച്ചു. വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും മനസ്സ് പലപ്പോഴും അവളെ തന്നെ ഇങ്ങനെ കുറ്റക്കാരിയാക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, പലപ്പോഴും അവളുടെ പെരുമാറ്റം വിചിത്രമായിട്ട് തോന്നാറുണ്ട്. വരട്ടെ, നോക്കാം. തെളിവുകൾ എങ്ങാനും നിനക്കെതിരാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്റെ കഷ്ടകാലം തുടങ്ങും ലാവണ്യ. ഈ സിദ്ധാർത്ഥിനെ അപ്പൊ നീ ശരിക്കും മനസ്സിലാക്കുമെന്ന് അവൻ ക്രൂരമായി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അശ്വിൻ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്ന സമയത്തിന് അവിടെ കണ്ടത് അപരിചിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു മേൽക്കൂരയിൽ സ്ഫടിക വിളക്ക് തൂങ്ങിക്കിടക്കുന്നു. ഇതുപോലുള്ളതൊന്നും ഇന്നേ വരെ അവൻ കണ്ടിട്ടില്ലെന്ന് തോന്നി. അവനും അവന്റെ അമ്മക്കും ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാനുള്ള പണമൊന്നുമില്ല. അവൻ ഇന്നേ വരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന കാര്യം പോലും അവൻ ചിന്തിച്ചു. അവന്റെ കുഞ്ഞു മനസ്സിലൂടെ ഒരുപാടധികം ചിന്തകൾ അങ്ങനെ കടന്നുപോയി. അവൻ കട്ടിലിരുന്ന് കൊണ്ടതിനെ ചിന്തിക്കുന്നത്, അല്ല ഈ സ്ഥലമേതാ, ഞാനെന്താ ഇവിടെ, എന്റെ അമ്മ എവിടെ, എന്റെ അമ്മ എന്താ എന്റെ അടുത്തില്ലാത്തത്? അവൻ അങ്ങനെ ഒരുപാടധികം സംശയങ്ങളുണ്ടായിരുന്നു. അവന്റെ അമ്മ അവന്റെ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ അവന് നന്നായിട്ട് വിഷമമായി. അതുകൊണ്ട് തന്നെ മുറിയുടെ ഭംഗിയെ പറ്റി ചിന്തിച്ചിരിക്കാനൊന്നും അവനെ കൊണ്ടായില്ല. പുതുപ്പ് മാറ്റി കാലം നിലത്ത് വെച്ചതോടുകൂടി തന്നെ അവൻ വഴുതി കട്ടിൽ നിന്നു വീണു. അയ്യോ അമ്മേ, അമ്മ എവിടെയാന്നൊക്കെ പറഞ്ഞ് അവൻ ഉറക്കെ കരഞ്ഞു. അവൻ പയ്യെ അവിടെ നിന്നും എഴുന്നേറ്റ് ചെരുപ്പിട്ട് പതിയെ മുന്നിലേക്ക് നടന്നു. അച്ചുവിന്റെ മനസ്സിലുള്ള കുഞ്ഞു ചിന്തകൾ വെച്ചുകൊണ്ട് തന്നെ അവൻ ഈ റൂമും പരിസരമെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ചുറ്റും നോക്കുന്ന സമയത്തിന് ഇവിടെ എപ്പോഴൊക്കെ മുൻപ് വന്നിട്ടുണ്ടെന്നും അവന് തോന്നി. പക്ഷേ അതെപ്പോഴെന്ന് മാത്രം അവന് ഓർമ്മയില്ല. അച്ചു അപ്പോഴും അമ്മയെ കാണാത്ത സങ്കടത്തിലാണ്. എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് എന്റെ അമ്മ എവിടെ പോയി? അമ്മേ എന്നവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ നീലിമ വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അച്ചുവിന് ആകെ പേടിയായി. ഇതേ സമയത്തിന് സിദ്ധാർത്ഥനും അച്ചുവിനും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മല്ലികാമ. അപ്പോഴാണ് അമ്മയെന്ന് വിളിക്കുന്ന ശബ്ദം അവർ കേട്ടത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെല്ലാം നിർത്തിക്കൊണ്ടതിന് അവൻ നേരെ അശ്വിനരികിലേക്ക് ഓടിയെത്തി. അമ്മയെ തിരക്ക് നടന്ന അശ്വിന്റെ മുന്നിൽ മല്ലികാമയെ കണ്ടപ്പോഴേക്കും അവൻ ആകെ പേടിച്ചുപോയി. ആന്റി, എന്റെ അമ്മ എവിടെയാന്ന് അച്ചു അവരെ നോക്കിയിട്ട് സംശയത്തോട് ചോദിച്ചു. അവന്റെ കണ്ണുകൾ പേടികൊണ്ട് വിടർന്നു. അതുകൊണ്ട് തന്നെ മല്ലികാമയെ അശ്വിൻ ഓർക്കുന്നില്ല എന്നുള്ള കാര്യം മല്ലികാമ മനസ്സിലാക്കി. അവളൊന്നും മനസ്സിലാവാതെ അശ്വിനെ തന്നെ നോക്കി. അപ്പോഴാണ് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് മല്ലികാമ ആരാണെന്നുള്ള കാര്യമൊക്കെ അശ്വിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സിദ്ധാർത്ഥ ശ്രമിച്ചു. അച്ചു, ദേ മല്ലികാമ ഓർമ്മയില്ലേ, ഇത് നിന്റെ വീടാണ്. സിദ്ധാർത്ഥ് അങ്ങനെ സ്നേഹത്തോടെ പറയുന്ന സമയത്ത് പോലും അശ്വിൻ മടിയോടുകൂടെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥിനെ കാണുന്ന സമയത്തിന് അശ്വിന്റെ കണ്ണുകൾ വിടർന്നു. എന്നിട്ട് പറഞ്ഞത്, എനിക്കറിയാം, നിങ്ങളല്ലേ ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും നിങ്ങൾ ആരാ? ഞാനെന്താ ഇവിടെ? എനിക്ക് എന്തായാലും എന്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്തിന് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും മല്ലികാമക്ക് മനസ്സിലായില്ല. അവർ സിദ്ധാർത്ഥിനെയും അച്ഛനെയും മാറി മാറി നോക്കി. മല്ലികാമ അവരുടെ മനസ്സിലുള്ള സംശയം ചോദിക്കാൻ വന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് അവരെ നോട്ടം കൊണ്ട് തടഞ്ഞു.
സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ഡാഡിയല്ലേ, നിനക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലേ, നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. സിദ്ധാർത്ഥ് അവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അശ്വിനെ കൂട്ടിക്കൊണ്ടതിനെ ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. സാധാരണ പരിചയമില്ലാത്തടത്തേക്ക് അവൻ പോവുക പോലുമില്ല. പക്ഷേ സിദ്ധാർത്ഥിന്റെ അടുത്ത് ആ ഒരു പ്രശ്നമൊന്നും തന്നെ അച്ചു കാണിച്ചില്ല. അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും എന്റെ ഡാഡിയാണോ? പക്ഷേ എനിക്ക് ഡാഡി ഇല്ലാന്നാണല്ലോ എന്റെ അമ്മ പറഞ്ഞത്. അല്ല, ഇതെന്റെ വീടാണെന്നല്ലേ പറഞ്ഞത്, ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടോ? എനിക്കതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അച്ചു ഇത് നിന്റെ വീട് തന്നെയാ. മോൻ ഇന്നലെ ചെറിയൊരു അപകടമുണ്ടായി, അതുകൊണ്ടാ മോനൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും, മനസ്സിലായോ? ഇതാണ് മോന്റെ വീട്. സിദ്ധാർത്ഥ് അങ്ങനെ സ്നേഹത്തോട് പറയുന്ന സമയത്തിന് അശ്വിൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് അപകടം പറ്റിയോ? പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അച്ചു വിഷമിക്കേണ്ട കേട്ടോ, മോനെ നോക്കുന്ന ഡോക്ടർ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലികാമയെ നോക്കിയിട്ട് പറഞ്ഞിട്ട്, മല്ലികാമയെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഫാമിലി ഫോട്ടോ ഇരിക്കുന്നില്ലേ, അതൊന്ന് കൊണ്ടുവരൂ. അപ്പോഴേക്കും മല്ലികാമ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലെ മുറിയിലേക്ക് കയറി പോയിരുന്നു. പോകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് അച്ചുവിനെ ഓർത്തുകൊണ്ടതിന് വേദനിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുറിയിൽ ടേബിളിനോട് ചേർന്നിരുന്നുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ആ ഫോട്ടോ അവന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നുള്ള കാര്യം മല്ലികാമക്ക് നന്നായിട്ട് അറിയാം. അവർ സൂക്ഷ്മതയോടുകൂടി തന്നെ ആ ഫോട്ടോ കയ്യിലെടുത്ത് നേരെ താഴേക്ക് ഇറങ്ങി. സിദ്ധാർത്ഥ് ആണെങ്കിൽ അച്ചുവിനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അച്ചു ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സംശയത്തോടെ ഇരിക്കുമായിരുന്നു. മല്ലികാമ ആ ഫോട്ടോ നേരെ സിദ്ധാർത്ഥിനെ ഏൽപ്പിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, അച്ചു നോക്ക്, ദേ കണ്ടില്ലേ, മമ്മി ഡാഡി നീയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു ഇത്. ഇപ്പൊ നിനക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ പ്രതീക്ഷയോട് ചോദിച്ചു. അപ്പോഴേക്കും അശ്വിന്റെയും സിദ്ധാർത്ഥിന്റെയൊക്കെ നോട്ടം ആ ഒരു ഫോട്ടോയിലേക്ക് തന്നെയായിരുന്നു. അവനെ ആദ്യമായിട്ട് കണ്ടിരുന്ന ആ ഒരു ദിവസത്തെ പറ്റി സിദ്ധാർത്ഥ് ഓർത്തു. ഡാഡി എന്ന് ആദ്യമായി വിളിച്ചിട്ട് തന്റെ ജീവിതത്തിലേക്ക് ഓടിക്കയറി വന്ന തന്റെ അച്ചു, തന്നെയും നീലിമയും തമ്മിൽ ചേർത്തിണക്കിയ ആ ഒരു കണ്ണി, ഇപ്പതേ തന്നെ തന്റെ അച്ചു മറന്നിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ ഇപ്പൊ അച്ചു തന്റെ ആരുമല്ലാത്തതുപോലെ സിദ്ധാർത്ഥിന് തോന്നി. അത് ഓർത്തുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല, ആരായാലും ഞാൻ വെറുതെ വിടില്ല, എന്റെ കുഞ്ഞിനെ ഈ കോലത്തിലാക്കിയ ആരായാലും ഞാൻ വെറുതെ വിടില്ല. എന്നെങ്കിലും ഒരിക്കൽ അവനെ എന്റെ കയ്യിൽ കിട്ടും, അന്നോട് കൂടെ തന്നെ അവന്റെ അവസാനമായിരിക്കും. അങ്ങനെ സിദ്ധാർത്ഥ് ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.